ഹായ് ദേർ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിന്ന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് പേസ്റ്റ് ആക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി ആയി പോരുത്, കാരണം പ്രോൺസിൽ ഓൾറെഡി കുറച്ചൊരു വെള്ളമയം പോലെ ഉണ്ട്. അപ്പം അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇടുമ്പം പാകമായിരിക്കും. എന്നിട്ട് ഇതൊന്ന് കുഴച്ചതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ആ മസാലയിലേക്ക് ഇട്ടിട്ട് ആ പ്രോൺസിൻ്റെ എല്ലാ വശത്തും ഒരേപോലെ മസാല ആകുന്ന പോലെ നമ്മൾ നന്നായിട്ട് കുഴച്ച് തിരുമ്മി മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഈ പ്രോൺസ് നിരത്തി വയ്ക്കുക. പാൻ ഒന്ന് നന്നായി ചൂടായി എണ്ണ തിളച്ച് വരുമ്പം നമ്മൾ തീ ഒരു മീഡിയത്തിലേക്ക് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ പ്രോൺസ് നിരത്തി വെച്ചതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഇങ്ങനെ തൂളിയിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ പ്രോൺസ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഏകദേശം ഒരു വശം ആയെന്ന് തോന്നുമ്പം നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾ നമ്മുടെ ആ വശം നല്ല പാകത്തിനുള്ളൊരു കളറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമുക്ക് രണ്ട് വശവും ഒരേപോലത്തെ കളറായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി വെന്തിട്ടുണ്ടാവും. അപ്പോൾ കളറൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പിന്നെയും ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പം കളറ് നന്നായിട്ട് രണ്ട് വശം ഒരേപോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ മുറിച്ചത് അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ വെളുത്തുള്ളീൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിലേക്കാവും. എന്നിട്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞത് ആ ബാക്കി വന്ന ആ പ്ലേറ്റിലുണ്ടായിരുന്ന കുറച്ച് മസാലയിലേക്ക് മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് സവാളയ്ക്കും കൂടെ ഏകദേശം ആ കളറാവുന്ന തരത്തിൽ ആക്കുക. അപ്പോൾ സവാളയിൽ നിന്ന് ഒരു ലൈറ്റായിട്ടൊരു വെള്ളം പോലെയൊക്കെ ഇറങ്ങും. സവാള ഒന്ന് വാടിയ പോലെ ആവും നമ്മളൊന്നിങ്ങനെ നന്നായി തിരുമ്മി ആക്കുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മൾ ആ മൂട തുറന്നിട്ട് ഈ സവാളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവൻ സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും പ്രോൺസിൻ്റെ രണ്ട് വശവും ഒരേപോലത്തെ കളറൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ സവാളയും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്കും ഈ സവാളേൻ്റെ ഒരു കംപ്ലീറ്റ് ഫ്ലേവർ ആ ചെമ്മീൻ്റെ ഫ്ലേവർ സവാളയ്ക്കും ആകും. എന്നിട്ട് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിക്കുക. അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വഴണ്ട് കാണാനും ഭയങ്കര ഭംഗിയായിരിക്കും, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.